എന്റേതാണെന്ന് നീ അറിഞ്ഞു. എൻ്റെ മുകളിലൊരു പുട്ടുകുറ്റി ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. അമ്മ കുറേ അമ്പലപ്പൂവൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. കൂടി ക്ലാസ് വേണ്ടി തിരിച്ചു വന്ന് 5-6 കൈയായിട്ട് ഇങ്ങനെയൊന്നും അല്ലടാ, നമുക്ക് പോണ്ടേ. ഹായ് ഓൾ, നമ്മളപ്പോ നിൽക്കുന്നത് കുട്ടനാട് വട്ടക്കായലിലാണ്. ഈ കാണുന്നതാണ് വട്ടക്കായല്. ഇന്നിപ്പോ നമ്മള് ഫുള്ള് കാണിക്കാൻ പോകുന്നത് കുട്ടനാട്ടിലെ കാഴ്ചകളാണ്. കുട്ടനാട്ടിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരി പോകുന്ന റോഡാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ തന്നെ സൈഡിൽ പാടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു കിട്ടില്ല ഫീലാണ് കേട്ടോ. എനിക്കിത് കാണുമ്പോൾ, ഞാൻ ആലപ്പുഴക്കാരനാണെങ്കിലും ഞാനിങ്ങനൊരു കാഴ്ച ഇതിനു മുമ്പ് കണ്ടത് ഞങ്ങൾ പഴനിക്ക് പോയപ്പോൾ കൊല്ലങ്കോട് പോയായിരുന്നു. ആ ഒരു സ്ഥലത്താണ് ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടുള്ളത് ഇതിനു മുമ്പ്. ഇവിടെ നമുക്ക് പാടങ്ങൾ മാത്രമല്ല, രണ്ട് സൈഡ് നോക്കുമ്പോൾ പാടത്ത് ഫുള്ള് വെള്ളം കിട്ടിയിട്ട് കായലിൻ്റെ നടുക്കൂടി നമ്മൾ വണ്ടി ഓടിക്കുന്നൊരു ഫീലാണ്. ഈ ഒരു കാഴ്ച നോക്കി, ഫുള്ള് ഒരു മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ ഫുള്ള് വെള്ളത്തിൻ്റെ നടുക്കൂടി നമ്മൾ പോകുന്നൊരു സൂപ്പർ ഫീല് കിട്ടുന്നുണ്ട് ഇവിടെ. ഇവിടെ പോത്തോ പശുവോ ഒക്കെ വഴി നിൽപ്പുണ്ട്, നല്ല രസമുണ്ട്. ഇതേ ഒരു ആനവണ്ടി വരുന്നുണ്ടോ. ഈ ഒരു കുഞ്ഞു റോഡിലൂടെ വരുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ഫീൽ തന്നെയാട്ടോ നമ്മുടെ KSRTCയുടെ. അത് KSRTCയുടെ ഫീലാണോ കുട്ടനാടിൻ്റെ റോഡിൻ്റെ ഫീലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ മലയുടെയൊക്കെ ഇടയിൽ കൂടിയും അതുപോലെ തന്നെ ഈ കായലിൻ്റെ നടുക്ക് കൂടിയൊക്കെ നമ്മുടെ KSRTC ബസ് വരുന്നത് കാണാനായിട്ട്. നമ്മളങ്ങനെ ആദ്യം വട്ടക്കായൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഈ വട്ടക്കായൽ മറ്റേ കുഞ്ചാക്കോ ബോബൻ്റെ സിനിമ ഉണ്ടല്ലോ, അതിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റോഡ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റോഡ് MC റോഡ് ചതുർത്ഥ്യാഗരി വികാസ് മാർഗ് എന്തോ റോഡാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വണ്ടി ഇട്ടിട്ട് നമ്മൾ ഒരു പാലത്തെ കയറിയിട്ട് എന്നുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കാണാം. ഈ കാണുന്ന സ്ഥലത്ത് കൂടി ഡെയിലി ബോട്ട് സർവീസ് ഉണ്ടെന്നാണ് അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞത്. നല്ല രസമുണ്ട് കാണാനായിട്ട് ഫുള്ള്. ഇവിടെ നമുക്ക് വള്ളങ്ങളും അതുപോലെ തന്നെ ബോട്ട് അടുപ്പിക്കാനുള്ള സ്റ്റോപ്പ്, നമ്മുടെ ബസ് സ്റ്റോപ്പ് പോലെ തന്നെ ബോട്ടിൻ്റെ സ്റ്റോപ്പൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ രണ്ട് കായലിൻ്റെ നടുക്കായിട്ടാണ്, ഇത് തോടാണോ കായലാണോ എനിക്കറിയില്ല, അത് രണ്ടിൻ്റെ നടുക്കായിട്ടുള്ള ആ ഒരു വീടൊക്കെ കണ്ടോ. അത് കറക്റ്റായ ഒരു വീടിനുള്ള ഗ്യാപ്പേ ഉള്ളൂ. ഇത് രണ്ടുപേരും ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. നമ്മൾ സാധാരണ കാണുന്ന താറാവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വെറൈറ്റി താറാവ്. സാധാരണ താറാവിനേക്കാളും വലിപ്പമൊക്കെ ഉണ്ട്. രണ്ടും കൂടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാവങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു, ഞാൻ വന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടതാണ്. അതിൻ്റെ ഓണർ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അതെ, ഓണർ വന്നപ്പോൾ നേരെ അവന് കറക്റ്റായിട്ട് വീടറിയാം. അതിൻ്റെ ഫ്രണ്ടേ തന്നെ താറാവ് പോകാൻ തുടങ്ങി. ഓണർ അതിൻ്റെ പുറകെയാണ് പോകുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടി വന്നതാണ്. അവർ നേരെ ഫുഡൊക്കെ കഴിച്ച് നേരെ വെള്ളത്തിൽ കളിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങുവാണ്. ഇവിടെ തിരിച്ച് വന്നപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോ. ഇത് ആക്ച്വലി കാർ പാർക്കിനുള്ള സ്പേസ് അല്ല കേട്ടോ, ഒരു ബസ് സ്റ്റാൻഡാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് KSRTC ബസ് സ്റ്റാൻഡ്, അന്യവാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നുള്ളത്. ഞാൻ ആ ബോർഡ് കണ്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് KSRTC ബസ് സ്റ്റാൻഡാണെന്ന് ഞാൻ വിചാരിക്കില്ല കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു KSRTC ബസ് സ്റ്റാൻഡായിട്ട്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു KSRTC ബസ് സ്റ്റാൻഡ് കാണുന്നത്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഒരു പ്രോപ്പർ ലൊക്കേഷനിലേക്ക് പോകണം അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന രീതിയിലല്ല നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുട്ടനാട് മൊത്തത്തിലൊന്ന് കറങ്ങി മലരിക്കൽ പോയി തിരിച്ച് ഒരു റൗണ്ട് ട്രിപ്പ് പോലെയാണ് നമ്മളിപ്പോൾ വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലമാണ്, മണിമലയാർ പാലമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ അവിടെ കൂടി കയറിയാണ് പോകുന്നത്. ഇവിടെ അത്യാവശ്യം വീതിയുണ്ട് റോഡിന്. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ടായിരിക്കാം. അത്യാവശ്യം സമയം ഒരു 11:30-12 മണിയായി. ഇവിടെ നമ്മൾ വഴിയരികിൽ കണ്ടൊരു റെസ്റ്റോറൻ്റാണ്, ആവീസ് റെസ്റ്റോറൻറ്റ്. എൻ്റെ മുകളിലൊരു പുട്ടുകുറ്റി ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ.
റോഡ് അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്താനായിട്ട് നോക്കിയിട്ട് അങ്ങനെ വേറെ സ്പേസ് ഒന്നും കാണുന്നില്ല. ഈ ഒറ്റ റോഡേ ഉള്ളൂ, വേറൊരു വണ്ടി വന്നാൽ വഴി കൊടുക്കാൻ പാടാണ്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ഇപ്പോൾ ഫ്രണ്ടിൽ അത്യാവശ്യം ഒരു സ്പേസ് തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ വണ്ടി നിർത്തി, അത്യാവശ്യം സ്പേസ് ഉണ്ട്. അവിടെ നല്ല പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡിലാണ് വണ്ടി നിർത്തിയേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. നമ്മളവിടുന്ന് വീണ്ടും വണ്ടി സ്റ്റാർട്ടാക്കി ഇറങ്ങി. ഇവിടെ ഒരു പഴയ ഷാപ്പാണെന്ന് തോന്നുന്നു. മോഹൻലാലിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. സൈഡിൽ നമുക്ക് താറാവിനെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ താറാവുണ്ട് കേട്ടോ. വേറെ ആൾക്കാരൊന്നും ഇവിടെ കാണുന്നില്ല, ജസ്റ്റ് താറാവ് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. കുറേ താറാവുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം വീഡിയോയിൽ ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. റോഡിൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ താറാവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ വഴി നേരെ മലരിക്കിലേക്കാണ് പോകുന്നത്. മലരിക്കിലെത്തുന്ന മുമ്പ് തന്നെ അത്യാവശ്യം കുറേ ആമ്പൽ പാടമൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ആമ്പലിൻ്റെ ഇടയിൽ കൂടി താറാവൊക്കെ ഒഴുകി നടക്കുന്നുണ്ട്. മലരിക്കിൽ പോയാൽ കിട്ടുന്നതും ഈ ഒരു സെയിം കാഴ്ച തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് ആളനൊക്കെ ഒന്നുമില്ല. മലരിക്കിൽ അത്യാവശ്യം തിരക്കുണ്ടാകാറുണ്ട്. മലരിക്കിൽ പോലെ തന്നെ ഇവിടെ അത്യാവശ്യം കുറേ സെയിം ആമ്പൽ പൂക്കൾ നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ എല്ലാം ചുരുങ്ങി നിൽക്കുവാണ്. രാവിലെ സമയത്തായിരിക്കും അത് ഇവിടെ നിൽക്കുക. അമ്മ കുറേ അമ്പൽപ്പൂവൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് വീണ്ടും വണ്ടി സ്റ്റാർട്ടാക്കി. ഇപ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തിന് വരെ നിറച്ച് പച്ചപ്പാണ് റോഡിന് രണ്ട് സൈഡിലും കാണാൻ പറ്റുന്നത്. അപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയും തൂളി തുടങ്ങി. എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു JCB ലോറിയൊക്കെ നമുക്കിവിടെ കാണാം. ഇപ്പോഴേക്കും നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ഫുഡ് കഴിക്കാനായിട്ട് കയറി. നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. ജസ്റ്റ് 540 മാത്രമാണ് ഞങ്ങൾക്ക് 6 പേർക്കും കൂടി ആയത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി, നല്ല ഫുഡായിരുന്നു. അവിടെ നമ്മൾ നേരെ പോയത് മലരിക്കിലേക്കാണ്. ഇവിടെ നമുക്ക് ബോട്ടിംഗ് ആണ് മെയിൻ. നമ്മൾ നേരത്തെ കുട്ടനാട്ടിൽ കുറേ അമ്പൽപ്പൂക്കൾ കണ്ടു. അതേപോലത്തെ അമ്പൽപ്പൂക്കളാണ് ഇവിടെ ഉള്ളെങ്കിലും അവിടെ നമുക്ക് പ്രത്യേകിച്ച് റോഡ് സൈഡിൽ നിന്ന് കാണാനേ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ബോട്ടിംഗ് എടുത്ത് നേരെ അമ്പൽപ്പാടത്തിൻ്റെ ഇടയിലേക്ക് പോകാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങളൊരു ബോട്ടിംഗ് എടുത്തു. അച്ഛനും അമ്മയൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അനിയനും വൈഫും മാത്രമാണ് ഇപ്പോൾ അമ്പലിന് അങ്ങോട്ട് പോകാനായിട്ട് പോകുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കായതുകൊണ്ട് തന്നെ ചെറിയൊരു ബോട്ടാണ് എടുത്തത്. നമുക്ക് മുമ്പേ മലരിക്കൽ അമ്പൽപ്പാടം കാണാൻ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നുണ്ട് ബോട്ടിൽ. ഇവിടുന്ന് ഏകദേശം അരമണിക്കൂർ ഉള്ളിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങിയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് തിരിച്ച് വരേണ്ടി വന്നു. കാരണം പെട്രോള് കുറവായിരുന്നു. അപ്പോൾ നടുക്ക് പോയി പെട്ട് പോകണ്ടല്ലോ എന്ന് ഓർത്ത് കുറച്ചുകൂടി പെട്രോൾ ഒഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു ഇങ്ങോട്ട് കരയിലേക്ക്. കൂടി ഗ്ലാസ് വേണ്ടി തിരിച്ചു വന്ന് ഇങ്ങനെയൊന്നും അല്ലടാ, നമുക്ക് പോണ്ടേ. ഇങ്ങനെയായിരുന്നല്ലേ, ഇപ്പൊ ശരിയായി. പൂ പറിച്ചോണ്ട് വരാവേ.
പാടാണല്ലേ അത് പാടാ. ഇത് 1800 മുൻപ് കുട്ടനാട്ടിലെ ഏറ്റവും വലിയ പാടം. 1889 ഏക്കർ. ഒരെണ്ണം പറയാ ആദ്യം. നമ്മളങ്ങനെ കുട്ടനാട് കറങ്ങി അതേപോലെ തന്നെ മലരയ്ക്കൽ വന്ന് എൻജോയ് ചെയ്തു തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് തണ്ണീർമുക്കം ബണ്ടിൽ പോകണം. തണ്ണീർമുക്കം ബണ്ടിൽ പോയിട്ട് ചായയും കുടിച്ച് അവിടെ നേരെ വീട്ടിലേക്ക് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മളപ്പോൾ തണ്ണീർമുക്കം ബണ്ടിലാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിച്ചിന് വീട്ടിലേക്ക് പോവുകയാണ്. കുട്ടനാട്, മലരിക്കൽ, കുമരകം 3 സ്ഥലത്തും ഒരു സർക്കിൾ അടിച്ച് നമ്മുടെ ട്രിപ്പ് അപ്പോൾ ഇന്നത്തെ ഇവിടം കൊണ്ട് അവസാനിക്കുവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.